ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ പ്രീവിയസ് വീഡിയോകളിൽ സ്കാം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എസ്പെഷ്യലി ഒരു മൂന്നാല് ടൈപ്പ് സ്കാമുകൾ ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ ഞാൻ പ്രസൻറ്റ് ചെയ്തപ്പം ഇതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഒരു പെയ്ഡ് കോഴ്സ് ആക്കിയിട്ട് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ സ്കാം മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതാണ്. ഇപ്പോൾ സ്കാമേഴ്സിൻ്റെ അധികവും ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കും എന്നുള്ളതൊരു അബദ്ധധാരണയാണ്. അല്ലെങ്കിൽ ഒരു വയസ്സായവർക്കാണ് വയസ്സായവരാണ് പോലീസ് തന്നെ പറയുന്നത്, വയസ്സായവരെയാണ് അധികം ടാർഗറ്റ് ചെയ്യുന്നത്. അത് അവരധികം അതിൽ പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾക്കും ഇന്നത്തെ ഈ ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ ഈ പ്രസൻറ്റേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കാം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം, എന്താണ് എന്തെന്നെ നമ്മൾ വ്യത്യസ്ത തരം സ്കാം ഉണ്ടെങ്കിലും അതിൻ്റെ ചില നേച്ചർ സെയിം തന്നെയാണ്. അവരുടെ പാറ്റേൺ ഓഫ് പ്രസൻറ്റേഷൻ, അവരുടെ ടാർഗറ്റ് ചെയ്യുന്ന രീതികൾ, അവരുടെ പ്രസൻറ്റേഷൻ ഓഫ് ടോക്കിംഗ്, ഇതെല്ലാം ഏതാണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾക്ക് ഇവരെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക? അല്ലെങ്കിൽ ഈ ഒരു സ്കാം മാനേജ്മെൻറ്റിൻ്റെ കോഴ്സ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എംപ്ലോയീസിനെയോ അല്ലെങ്കിൽ എംപ്ലോയേഴ്സിനെയോ മാത്രമല്ല, ഇത് ഈവൺ സ്റ്റുഡൻസിനെ വരെ ഇപ്പോൾ നമ്മൾ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സ്കാമേഴ്സും നമ്മുടെ കൺട്രിയും തമ്മിൽ ഒരു വലിയൊരു യുദ്ധമാണ്. അല്ലെങ്കിൽ എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിനെതിരെയുള്ളൊരു യുദ്ധമാണ്. സ്കാമേഴ്സിന് എന്ന് പറഞ്ഞാൽ അവരുടെ ഐ.ഡി ഹൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ IP ഹൈഡ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. IP ഹൈഡ് ചെയ്യുക എന്നുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. വളരെ ഈസി ആയിട്ട് അതിൻ്റേതായിട്ടുള്ള വായ്പ ഉള്ള സംഗതികൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ IP ഹൈഡ് ചെയ്യാൻ പറ്റും. ഹാക്കിംഗ് എന്നുള്ളത് പഠിക്കുക എന്നുള്ളത് വളരെ ഈസിയാണ്. ഹാക്കിംഗ് പഠിക്കുക എന്ന് നമുക്ക് ഇവൺ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഇഷ്ടം പോലെ കോഴ്സ് കിട്ടും. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഈ അന്യൻ്റെ പണം അപഹരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഹാക്കിംഗ് പഠിക്കുന്നവരുണ്ടല്ലോ, അവരെയാണ്. അവർക്ക് ഇത് ഇന്നത്തെ കാലത്ത് ഇത് അവൈലബിളാണ്, അങ്ങനെയുള്ള കോഴ്സുകൾ അവൈലബിളാണ്. സിസ്റ്റം പ്രോഗ്രസ് ആയി, നിങ്ങൾ അത്രയും വലിയൊരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു അല്ലെങ്കിൽ ഒരു സൈബർ സെക്യൂരിറ്റി ഉള്ള ഒരു സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങളെ സേഫ് ആക്കുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സ്കാമേഴ്സ് നിങ്ങളുടെ മനസ്സുമായിട്ടാണ് കളിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഹാക്കർ കളിക്കുന്നത് ഒരു സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒരു മൊബൈലിലോ നിങ്ങൾ ആക്സസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ മൊബൈൽ ഡാറ്റ കിട്ടാൻ, മൊബൈൽ ഡാറ്റാ ബേസ് കിട്ടാൻ നിങ്ങൾ ഇത്ര വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റിൽ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ബില്യൺ ഡാറ്റ, 1.5 ബില്യൺ ഡാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വിൽക്കുന്നുണ്ട് ആളുകൾ. ഈവൺ ഓൾ ഇന്ത്യൻ ഡാറ്റാബേസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഈസി അവൈലബിളാണ്. ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇത് കിട്ടുക എന്നുള്ളത് വലിയ സംഭവമൊന്നുമല്ല. കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾ ഗിറ്റ്ഹബിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സർട്ടൈൻ ലിങ്ക് അയച്ചിട്ട് നിങ്ങളുടെ മൊബൈൽ ഡാറ്റാബേസ്, നിങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ നിങ്ങളുടെ വെബ് ഹിസ്റ്ററി, അതും അല്ലെങ്കിൽ കോൾ ഹിസ്റ്ററി, ഇതെല്ലാം എടുക്കുക എന്നുള്ളത് വലിയ സംഭവമല്ല. എവിടെയാണ് ഡിഫറൻസ് വരുന്നത് എന്നുള്ളത് OTP എടുക്കുക എന്നുള്ളതാണ് ഡിഫിക്കൽട്ട് വരുന്നത്. സ്റ്റിൽ SMS അതൊരു സേഫസ്റ്റ് സോണാണ്. അങ്ങനെ ചിലപ്പോൾ OTPന് വരെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഹാക്കർമാരുകളുണ്ട്. അത് കാരണം ഡിസ്പ്ലേ ആണ് അവർ ക്യാപ്ചർ ചെയ്യുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഫേസ്ബുക്കിൻ്റെ CEO മാർക്ക് സുക്കർബർഗ് ഒരു ഫോട്ടോ, വർക്ക് ചെയ്യുന്നൊരു ഫോട്ടോ റിവീൽ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാമറൻ്റെ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. കാരണം ഹാക്കർമാർ ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് ക്യാമറയിലാണ്, അവിടെയാണ് കൂടുതൽ ഈസി ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഡാറ്റ എന്നുള്ളത് ഇൻ്റർനെറ്റ് വേൾഡിൽ സേഫ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യാന്നേ ഉള്ളൂ. അതിനേക്കാളിൽ കൂടുതൽ വേണ്ടത് അവെയർനെസ്സാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾക്ക് അതിലേക്ക് പോവാം.
ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ പ്രസൻറ്റേഷനിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്കാമേഴ്സ് എന്താണ്, സ്കാമേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എന്താണ്, അവരെന്തൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കോമൺ ഫാക്റ്റുകളുണ്ടല്ലോ, കോമൺ ആയിട്ട് അവരിൽ കണ്ടുവരുന്ന ഒരു ട്രേറ്റ്സ്, ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, അത് നമ്മൾക്ക് നോക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രസൻറ്റേഷൻ്റെ ഉദ്ദേശം. നിങ്ങൾ സ്കാം എന്നുള്ളൊരു വാക്ക് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട, എനിക്കും അടക്കം, ഞാൻ സ്കാമിന് ഒരു ഈക്വലൻ്റായിട്ടുള്ള ഒരു മലയാള വാക്ക് തപ്പിയപ്പോൾ ഞാൻ വളരെ നിരാശനാകേണ്ടി വന്നു. കാരണം സ്കാം എന്നുള്ളതൊരു വഞ്ചനയല്ല, ചതിവുമല്ല. ഇപ്പം ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പോൾ അഴിമതി എന്നാണ് കണ്ടത്. അഴിമതിയും അഴിമതിയും സ്കാമും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ സ്കാം വഞ്ചനയല്ല, അഴിമതിയല്ല, ചതിവുമല്ല, മിസ്റ്റേക്കുമല്ല. എന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് നമ്മളെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചതിവ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മൾക്കൊരു ഒരാളെന്ന് പ്രോമിസ് ചെയ്തു, എന്നിട്ട് അത് കൊടുത്തില്ല, അല്ലെങ്കിൽ അതിന് സിമിലർ മീനിങ് തന്നെയാണ് വഞ്ചനയും. അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു ഭരണകൂടത്തിലെ ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരാളോ ചെയ്യുന്ന ഒരു വഞ്ചനൻ്റെ പേരാണ് അഴിമതി. സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് നിങ്ങളെ ലൂട്ട് ചെയ്യും. അതിന് ആരിരയാകും? നിങ്ങൾ തന്നെ ഇരയാകുകയും ചെയ്യും, നിങ്ങൾ തന്നെ അതിന് നിന്ന് കൊടുക്കുകയും ചെയ്യും. ആരും നിങ്ങളെ വഞ്ചിച്ചിട്ടില്ല. നിങ്ങൾ ഒരാളുടെ അടുത്ത് പറയുമ്പോൾ അതതിനനുസരിച്ച് ചെയ്യുന്നു, നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഴ്ചയ്ക്ക് കാരണമാകും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എംപ്ലോയീസിന് ഈ വീഡിയോ ഫോർവേഡ് ചെയ്യണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ ഡാറ്റാ ബേസുമായിട്ട് കളിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ക്യാഷ് മാനേജ് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ആർക്കെല്ലാം ഉപകാരപ്പെടുമോ അവർക്ക് നിങ്ങൾ ഇത് ഫോർവേഡ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ എൻ്റെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുകയും ചെയ്യണം. ഇതൊരു സീരീസ്, ഒരു കോഴ്സായിട്ടാണ് യൂട്യൂബിൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് സ്കാംസ് ആൻഡ് ദ സ്കാമർ മൈൻഡ് സെറ്റ്, ഹൗ സ്കാം വർക്ക്, വൈ എനിവൺ ക്യാൻ ബി ടാർഗറ്റഡ്, ഹൗ ടു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. എന്താണ് സ്കാമറിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് എനിവൺ ക്യാൻ ബി സ്കാംഡ്. ഇത് ഒരു വിദ്യാഭ്യാസമുള്ളവരോ ഇല്ലാത്തവരോ എന്നുള്ളതല്ല, ഇമോഷൻസിനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഗ്രീഡായിരിക്കും, ചിലപ്പോൾ ഫിയർ ആയിരിക്കും, അങ്ങനത്തെ ഓരോ ഇമോഷനെയാണ് എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നത്. അവെയർനെസ് ഈസ് ഈക്വൽ ടു പ്രൊട്ടക്ഷൻ. നിങ്ങൾ സ്കാമിനെ പറ്റിയിട്ട് കൂടുതൽ ഇങ്ങനെയുള്ള സ്കാമുകൾ മാർക്കറ്റിലുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നിടത്തോളം നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി സേഫ്റ്റി ആകും. എന്താണ് സ്കാം? സ്കാം ഈസ് someone makes you believe something false so that you can act against your own interest. നിങ്ങളുടെ തന്നെ സ്വന്തം ഇഷ്ടത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ തന്നെ അറിയാതെ വർക്ക് ചെയ്തു പോകും, എന്നിട്ട് നിങ്ങളുടെ തന്നെ സ്വന്തം പണം നഷ്ടപ്പെടുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ സ്കാം എന്ന് വിളിക്കുന്നത്. സ്കാം ക്യാൻ ഹാപ്പൻ എവ്രിവർ, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആൻഡ് സോഷ്യൽ മീഡിയ. ഏതൊരു സോഷ്യൽ മീഡിയ ആണെങ്കിലും ബിസിനസ് ട്രാൻസാക്ഷൻ, അത് ചിലപ്പോൾ ബയ്യറായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ സെല്ലറായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക, രണ്ടും ഉണ്ട്. ഫോൺ കോൾസ് ആൻഡ് SMS, ഫോൺ കോൾസും SMS അവർ യൂസ് ചെയ്യും. പാർട്ട്ണർഷിപ്പ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്, പാർട്ട്ണർഷിപ്പ് ഓഫർ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഓഫർ ചെയ്യുന്നവരായിരിക്കും. നിങ്ങളുടെ ഒരു ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റ്, നിങ്ങൾക്കൊരു ജോലി ചെയ്ത് അവിടെ മറ്റേ അമേരിക്കയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ, ന്യൂസിലാൻഡിൽ, ദുബായിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളതായിരിക്കും. സ്കാം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, അതിൻ്റെ രൂപം മാറി മാറി വരുന്നു എന്നേ ഉള്ളൂ. അവർ പുതിയ പുതിയ വഴികൾ ടെക്നോളജിക്കലി നമ്മൾ കൂടുതൽ സൗണ്ട് ആകുന്നിടത്തോളം കാലം അപ്പോൾ അവരും കൂടുതൽ ടെക്നോളജിക്കലി സൗണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. ഇമെയിൽസ് ആൻഡ് മെസ്സേജ്, ഇമെയിലുകൾ നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ആണെങ്കിലും കമ്പനി ഇമെയിൽ ആണെങ്കിലും മറ്റുള്ള മെസ്സേജ് സിസ്റ്റങ്ങളാണെങ്കിലും അതിലൂടെ വരാം. പിന്നെ ഡെയിലി പേഴ്സണൽ ലൈഫ്, ഇൻ പേഴ്സണും ആൾ വരാം. സ്കാമേഴ്സ് ഡോണ്ട് അറ്റാക്ക് ഇൻ്റലിജൻസ്. നിങ്ങളുടെ ബുദ്ധി ഇല്ലായ്മയോ നിങ്ങളുടെ ബുദ്ധി കൂടുതലെയോ അല്ല ഒരു സ്കാമർ അറ്റാക്ക് ചെയ്യുന്നത്. ദേ അറ്റാക്ക് ഇമോഷൻസ്. ആരൊക്കെയാണ് സ്കാമിൽ പെടുന്നത്? ബിസിനസ് ഓണർ, ബാങ്ക് എംപ്ലോയി, ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, എക്സ്പീരിയൻസ്ഡ് ട്രേഡേഴ്സ്, എഡ്യൂക്കേറ്റഡ് പ്രൊഫഷണൽ, സീനിയർ മാനേജർ, ആരുമാവട്ടെ, നിങ്ങളുടെ ആരുമാവട്ടെ, നിങ്ങൾ ഏതൊരു അവസ്ഥയിലും നിങ്ങൾ പറ്റിക്കപ്പെടാൻ റെഡി ആയിരിക്കണം. നിങ്ങൾ അവെയർഡ് അല്ലെങ്കിൽ
വൈ സ്മാർട്ട് പീപ്പിൾ ഗെറ്റ് സ്കാംഡ്? നമ്മൾ ഉദ്ദേശിക്കുന്ന സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ആളുകൾ വരെ എന്തുകൊണ്ട് സ്കാമിൽ പെടുന്നു? ദ ട്രസ്റ്റ് സിസ്റ്റം. അവർ നമ്മളുടെ ഈ എക്കോണമിക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് സിസ്റ്റത്തിൽ അവർ വിശ്വസിക്കുന്നു. സ്മാർട്ട് പീപ്പിൾ റിലേറ്റ് ഓൺ എസ്റ്റാബ്ലിഷ്ഡ് പ്രോസസ്. നമ്മളുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് സിസ്റ്റത്തിൽ അവർ വിശ്വസിക്കുന്നു. ക്വിക്ക് ഡിസിഷൻ, പെട്ടെന്ന് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ നമുക്കധികം സമയം തരില്ല, പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എക്സ്പീരിയൻസ് ക്രിയേറ്റ്സ് കോൺഫിഡൻസ് ദാറ്റ് ബൈപാസ് കോഷൻ. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് അപകടം മണക്കുന്നു എന്ന് പറയില്ല, ആ അപകടം മണക്കലിന് ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനത്തുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അവരുടെ വോയിസിൽ ആ കോൺഫിഡൻസ് ഉണ്ടാവും. ഇത് ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആളാണെന്ന് നമുക്കൊരു കോൺഫിഡൻസ് ആവും. ഇമോഷണൽ സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാക്കും. നമ്മളുടെ ഈ പ്രഷർ നമ്മളുടെ വീക്കൻ ചെയ്യും. ദ ഷാർപ്പസ്റ്റ് ജഡ്ജ്മെൻറ്റ്. സ്കാമേഴ്സ് വെയിറ്റ് ഫോർ വൾണറബിലിറ്റി. എവിടെയാണ് വൾണറബിലിറ്റി ഉള്ളത് അതുവരെ അവർ വെയിറ്റ് ചെയ്യും, എന്നിട്ട് അതിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. കറക്റ്റ് റൈറ്റ് മൂവ്മെൻറ്റ്, ഇമോഷണൽ സ്ട്രെസ്, ക്വിക്ക് ഡിസിഷൻസ്, ദ ട്രസ്റ്റ് സിസ്റ്റം. ഇതാണ് ഒരു സ്കാമിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നത്. സ്കാമറിൻ്റെ മൈൻഡ് സെറ്റ്. നോർമൽ പേഴ്സൺ വിചാരിക്കുന്നത് ഹൗ ക്യാൻ ഐ വർക്ക് ഹാർഡ് ആൻഡ് ഏൺ മണി? എങ്ങനെ ഞാൻ ഒരു കഠിനാധ്വാനം ചെയ്തിട്ട് കൂടുതൽ പണം സമ്പാദിക്കാമെന്നാണ് ഒരു നോർമൽ പേഴ്സൺ വിശ്വസിക്കുന്നത്. സ്കാമറിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് എത്തിക്സ് എന്ന് പറഞ്ഞൊന്നുമില്ല. എത്തിക്സോ അങ്ങനെ ദൈവവിശ്വാസത്തിലൂടെയാണ് എത്തിക്സ് വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ദൈവവിശ്വാസമോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. അവരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ക്യാൻ ഐ മേക്ക് സമ്മൺ ട്രസ്റ്റ് മീ ക്വിക്ക്ലി ആൻഡ് ആക്ട് ഇമോഷണലി? എന്നെ എങ്ങനെ ഒരാളെ വിശ്വാസത്തിൽ എടുപ്പിക്കാം, എന്നിട്ട് അവരെ ഇമോഷണലായിട്ട് ആക്ട് വൈകാരികമായിട്ട് പ്രവർത്തിച്ചിട്ട് അവരുടെ പണം എങ്ങനെ തട്ടിയെടുക്കുക എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ആ വിശ്വാസം നേടിയെടുക്കാൻ ഉള്ളൊരു സ്കില്ലുണ്ടല്ലോ, ആ സ്കില്ല് ഇവർ ട്രെയിൻഡ് ആയിരിക്കും. അല്ലെങ്കിൽ അവരവരെ തന്നെ പോളിഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ സൗണ്ട് എപ്പോഴും ഓത്തറൈസ്ഡ് ആയിരിക്കും. അതിലൊരിക്കലും കളവ് പറയുന്നത് പോലെ നമുക്ക് ഫീലേ ചെയ്യില്ല. അവർക്ക് ഗിൽട്ട് ഫീലിംഗ് എന്നുള്ളതോ ഒരിക്കലും ഉണ്ടാവില്ല. ഒരു കുറ്റബോധം എന്നുള്ളത് അവരുടെ വോയിസിലുണ്ടാവില്ല. നമ്മൾക്ക് തന്നെ ഫീൽ ലൈക്ക് എൻ അതോറിറ്റി. നമുക്ക് തന്നെ തോന്നി ഇയാളൊരു ഓത്തറൈസ്ഡ് പേഴ്സൺ ആണ്. സ്കാമേഴ്സ് ഫോക്കസ് ഓൺ 4 things. 1. സ്പീഡ്. അവരുടെ ലോജിക്കലി നമ്മളെ തിങ്ക് ചെയ്യാൻ അവരൊരിക്കലും നമ്മൾ അനുവദിക്കില്ല. അവരുടെ ഗോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ക്ലിയർ വിഷൻ, ഒരു ഇമോഷണലായിട്ട് മാത്രമേ തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. റാഷണലായിട്ട് തിങ്ക് ചെയ്യാൻ നമ്മളെ അനുവദിക്കില്ല. നമ്മളുടെ ഇമോഷനെ ഇതാക്കിക്കൊണ്ടിരിക്കും. ഒന്നില്ലെങ്കിൽ പേടിയായിരിക്കും, അല്ലെങ്കിൽ ആർത്തിയായിരിക്കും, അതും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിരിക്കും. അവരുടെ ഗോൾ എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് യു ഫ്രം തിങ്കിങ് ക്ലിയർലി. സെയിം തന്നെ പ്രഷർ, ഇതേ തന്നെ നമ്മൾക്ക് പ്രഷർ ചെയ്തുകൊണ്ട് ഇപ്പം ചെയ്യും, ഇപ്പം ആ ഒ ടി പി തായോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇപ്പം ഇതാകും, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഗവൺമെൻറ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കാൻ പറയും. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു കോൾ വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ ഇത് ഉടനെ നിങ്ങളെ ഇപ്പോൾ പാകിസ്ഥാൻ ചാരനായിട്ട് നിങ്ങളുടെ ഗവൺമെൻറ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കണം, നിങ്ങൾക്കത് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഞാനൊരു ഒ ടി പി അയക്കും, ആ ഒ ടി പി നിങ്ങൾ തന്നു കഴിഞ്ഞ് ഞാനിപ്പോൾ റിലീസ് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു പാകിസ്ഥാൻ എന്നൊരു എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്, അത് ഇതാക്കണമെന്നുണ്ടെങ്കിൽ വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഒ ടി പി അയക്കുന്നുണ്ട്, ആ ഒ ടി പി തായോ എന്ന് പറഞ്ഞിട്ട് ഇതാവുക. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെയിം തന്നെ. നമ്മൾ ഒരിക്കലും ക്ലിയറായിട്ട് തിങ്ക് ചെയ്യാൻ അവസരം തരില്ല. നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആയിരിക്കും. ക്ലിയർ മൈൻഡ് ഉണ്ടാവില്ല, ക്ലിയർ ഫോക്കസും ഉണ്ടാവില്ലേ എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത്. ഇത് അടുത്ത പോയിന്റ്. ഇമോഷണൽ വെപ്പേഴ്സ് സ്കാമേഴ്സ് യൂസ്. 1. ഫിയർ, ഭയം, അർജൻസി, പെട്ടെന്ന് ചെയ്യണം, ഗ്രീഡ്, ആർത്തി, അതോറിറ്റി. ഞങ്ങളാണ്
പോലീസായിട്ടോ അല്ലെങ്കിൽ കസ്റ്റംസ് ഓഫീസറായിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിട്ടായിരിക്കും ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്ക് എംപ്ലോയി ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ട്രസ്റ്റ് ഇവർ ബിൽഡ് ചെയ്യും. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒരു ഉദാഹരണത്തിന് ഫിയർ. എങ്ങനെയാണ് ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത്? യുവർ ബാങ്ക് അക്കൗണ്ട് വിൽ ബി ഫ്രീസ്ഡ് അല്ലെങ്കിൽ ബ്ലോക്ക്, ഇപ്പം തന്നെ ഇതാക്കും. പോലീസ് കേസ് വിൽ ബി രജിസ്റ്റേർഡ് അഗെയിൻസ്റ്റ് യു സൂൺ. ആ ഒരു ഭയം ഉണ്ടാക്കുക. മേക്സ് പീപ്പിൾ ആക്ട് വിത്തൗട്ട് വെരിഫിക്കേഷൻ. ഇത് പോലീസാണോ കസ്റ്റംസ് ആണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആളാണോ എന്ന് നമുക്ക് ചോദിക്കാൻ ഭയമാകും. എസ്പെഷ്യലി എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു ഘട്ടത്തിൽ ഞാൻ വിദേശത്തായിരിക്കുന്ന സമയത്ത്, ഞാൻ രാത്രി നടന്നു പോകുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. നിന്ന സമയത്ത് ഒരു പ്രൈവറ്റ് വണ്ടി വന്നു. എന്താ അവിടെ നടന്നു പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് നടന്നു പോകണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ID തരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ID കൊടുത്തു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു, ഇവർ പോലീസിൻ്റെ ID ചോദിക്കും എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു. അപ്പം എനിക്കൊരു ഫിയർ ഉണ്ട്. അന്നത്തെ വയസ്സിൽ നമുക്കൊരു പോലീസിൻ്റെ ID ചോദിക്കാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് ലാസ്റ്റ് ചോദിച്ചു, സാർ നിങ്ങൾ പോലീസാണെന്നുള്ളതിന് എന്താ തെളിവ്? നിങ്ങൾ പോലീസ് വണ്ടിയിലൊന്നും അല്ലല്ലോ. അപ്പോൾ അവരെനിക്ക് പോലീസിൻ്റെ ID കാണിച്ചു തന്നു. അപ്പം നമ്മൾ ഈ ഒരു ഫിയർ ഉണ്ടല്ലോ, പോലീസിൻ്റെ ആണെന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ചോദിക്കാനുള്ളൊരു ഭയം, അല്ലെങ്കിൽ കസ്റ്റംസ് ഓഫീസർ ആണെന്നുള്ളതിന് എന്താ തെളിവ്, അവർ ഇറിറ്റേറ്റ് ചെയ്താലോ നമ്മളെന്തെങ്കിലും ചെയ്താലോ. പക്ഷെ ഞാൻ ചോദിച്ചപ്പോഴും ആ ഓഫീസർക്ക് ഇറിറ്റേഷനായി. പക്ഷെ ബട്ട് സ്റ്റിൽ ഹി ഷോഡ് മീ ഹിസ് ID. എന്നിട്ട് ഞങ്ങളുടെ ID തിരിച്ചു തരും, ഞങ്ങൾ പോവുകയും ചെയ്തു. ഞങ്ങളുടെ ആൻസർ കൺവിൻസിങ് ആയതുകൊണ്ട് അതൊരു പോവുകയും ചെയ്തു. ഇത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ജീവിതമുണ്ട്. അപ്പോൾ അതായത് നമ്മളൊരു പോലീസുകാരനാണെന്നാൽ നിങ്ങളുടെ ID ഒന്ന് അയക്കി എന്ന് ചോദിക്കുന്നിടത്ത് ആ ഒരു ഭയം അത് ഇവർ യൂട്ടിലൈസ് ചെയ്യും. ഒരു അർജൻസി ഇപ്പം ചെയ്യണം, ആക്ട് നൗ ഓർ ലൂസ് ഇറ്റ്. ഇപ്പം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ആ OTP വെരിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് പോകും, അല്ലെങ്കിൽ ഓൺലി 10 minutes ലെഫ്റ്റ്. ഇപ്പം തന്നെ നിങ്ങൾ ആ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര തന്നെ നിങ്ങളുടെ ലോട്ടറിൻ്റെ പൈസ ഞങ്ങൾ അവിടെ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരും. അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിരിക്കും, ഒരു കസ്റ്റംസിൽ വന്നിരിക്കുന്ന കിടക്കുന്ന ഗുഡ്സ് റിലീസ് ചെയ്ത് തരാൻ ഇപ്പം തന്നെ പേയ്മെൻറ്റ് എടുക്കണം. കിൽസ് റാഷണൽ തിങ്കിങ് കംപ്ലീറ്റ്ലി. നമ്മളുടെ യുക്തിസഹമായിട്ടുള്ള ചിന്തന അവർ കൊന്നുകളയും. അതിനുള്ള സമയം അവർ തരില്ല. ഗ്രീഡ്, ആർത്തി. അധികം സ്കാമിൽ പെട്ടവരും ഇതിൽ ഇങ്ങനത്തെ ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമുകളുണ്ടല്ലോ. ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമുകൾ നമ്മളുടെ ജ്വല്ലറികളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന ജ്വല്ലറിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര അടുത്ത വർഷമാകുമ്പോൾ ഇത്ര തരാം, അടുത്ത വർഷമാകുമ്പോൾ ഇത്ര തരാം എന്ന് പറഞ്ഞിട്ട് ആളെ കൂട്ടും. പിന്നെ അതിൻ്റെ താഴേക്ക് ആളെ കൂട്ടുന്നത് അവർക്കൊരു കമ്മീഷൻ, അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ്. ജ്വല്ലറി സ്കാം ഈസ് കോമൺ ഇൻ അവർ സൊസൈറ്റി. അത് കഴിഞ്ഞിട്ട് ഇവർ 2-3 വർഷം കഴിഞ്ഞ് ഇവർ പൂട്ടിയിട്ട് പോകും. ഇതൊക്കെ നമ്മളുടെ സൊസൈറ്റി നടക്കുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ കോളുകൾ, വാട്സപ്പ് മെസ്സേജുകൾ, ഇതൊക്കെ നമ്മളുടെ ഗ്രീഡ് ഉണ്ടല്ലോ. എല്ലാവരുടെ ഉള്ളിലും പെട്ടെന്ന് പണക്കാരനാവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹത്തെ തോണ്ടിയെടുക്കുക എന്നുള്ളതാണ് ഒരു സ്കാമർ ചെയ്യുന്നത്. ഗ്യാരണ്ടീഡ് ഹൈ റിട്ടേൺസ്, ഈസി മണി, നോ റിസ്ക്, ബ്ലൈൻഡ് റിസ്ക് അസസ്മെൻറ്റ്. എന്താണ് ഞാൻ ഈ പൈസ അയച്ചു കൊടുത്ത് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു അവസരം ഉണ്ടാവില്ല. കാരണം അവർ അപ്ലിക്ക് അങ്ങനെ ഇതിൽ ആ ഇമോഷനിൽ കൊണ്ടെത്തിക്കും. ഒരിക്കൽ എനിക്കും ഇതേപോലൊരു കോള് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത്തിസലാത്തിൻ്റെ, ഞാൻ അവിടെ പോകുമ്പോൾ സമയത്ത് ഒരു കോമൺ സ്കാമായിരുന്നത് ഇത്തിസലാത്തിൻ്റെ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കിത് വന്നിട്ട്, പക്ഷേ ആ സമയത്ത് ഞാൻ എന്തൊരു ഭാഗ്യത്തിന് എനിക്കിത് മുമ്പ് കേട്ടതുകൊണ്ട് എനിക്കിത് കോമഡി ആയി തോന്നി. അപ്പോൾ ഇവരെന്താ പറയുന്നില്ല, സിം കാർഡ് ഊരാൻ പറയും. സിം കാർഡ് ഊരിയിട്ട് അതിലൊരു നമ്പർ ഇല്ലേ നിങ്ങളുടെ ഉള്ളത്, ആ നമ്പർ എല്ലാവർക്കും ഒരേ നമ്പറാണ്. എന്നിട്ട് ആ നമ്പർ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു നിങ്ങളുടെതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയരുത്, ഞങ്ങൾക്ക് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഇത്ര സംഖ്യൻ്റെ ആവശ്യമുണ്ട്, അത് നിങ്ങളെ ബാങ്ക് ട്രാൻസ്ഫർ ചാർജ് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ റിലീസ് ചെയ്ത് തരാം. ഈ ബാങ്ക് ട്രാൻസ്ഫർ ചാർജ് പതുക്കെ കൂട്ടിയിട്ട് വലിയൊരു സംഖ്യ വരെയൊക്കെ നഷ്ടപ്പെട്ടവരുണ്ട്. ഇത് നമ്മൾ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അവർ വലിയ തെറി പറയും, വലിയ പച്ചത്തെറി പറയും.
നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷ് തിരിച്ച് സംസാരിക്കണ്ടില്ല, എല്ലാം പാകിസ്ഥാനികളാണ്, പാകിസ്ഥാനി ഗ്യാങ് എന്ന് പറയില്ലേ. അപ്പോൾ ആർക്കൊക്കെ ഗ്രീഡ് ഉണ്ടോ അപ്പോൾ അവരെ തോണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് അതോറിറ്റി. കഴിഞ്ഞാൽ ഒരു ബാങ്ക് ഹെഡ് ഓഫീസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഞാനൊരു പോലീസ് ഓഫീസറാണ്, ഗവൺമെൻറ് ഓഫീസറാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വിളിക്കുന്നുണ്ടാവുക. ഇതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, പീപ്പിൾ ഹെസിറ്റേറ്റ് ടു ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവർ ഭയപ്പെടും ഗവൺമെൻറ് ഓഫീസറാണെന്ന് പറയുമ്പോൾ. അത് കൂടുതൽ അയാൾ ഇറിറ്റേറ്റ് ചെയ്തു. പിന്നെ ഇവരുടെ ടോൺ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്ഫുള്ളായിട്ട്, ഇതാണ് നിങ്ങളിങ്ങനെ ഒരു കേസിൽ നിങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്, നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ഇത്ര രൂപ നിങ്ങൾ തന്നാൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവൻ്റെ ഒരു ഹെൽപ്ഫുൾ ടോണായിരിക്കും. അതേസമയം അതോറിറ്റി ആയിരിക്കും. ഇവർക്ക് ഗിൽറ്റ് ഫീൽ ഇല്ലാത്തത് കൊണ്ട് ആക്ടേഴ്സിനെക്കാളിലും ഇവർക്ക് ഒറിജിനാലിറ്റി ആ ഫീൽ ചെയ്യാൻ പറ്റും. ട്രസ്റ്റ് യൂസസ് നോൺ കമ്പനി നെയിംസ്. ചിലപ്പോൾ ഞാൻ ടാറ്റയിൽ നിന്നാണെന്ന് വിളിക്കും, അല്ലെങ്കിൽ ഷെയർ പാർഷ്യൽ കറക്റ്റ് ഇൻഫർമേഷൻ. നിങ്ങളുടെ പ്രീവിയസ് ബ്രൗസിങ്ങിലുള്ള എന്തെങ്കിലും ഒരു ഡാറ്റ കിട്ടുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ സംഭവമൊന്നുമല്ല. ഇതിപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലും എടുക്കാമെന്ന്. നിങ്ങൾ എൻ്റെ ഡാറ്റ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും, ഞാൻ നിങ്ങളുടെ ഡാറ്റ എടുക്കുമെന്ന് വിചാരിച്ചാൽ നടക്കും. അതിനുള്ള പ്ലഗിനുകൾ ഗിറ്റ് ഹബിലുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനത്തുള്ള ലിങ്കുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ആക്സസ് കിട്ടുന്ന ഇതുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ പാർഷ്യലായിട്ട് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡാറ്റാബേസ് ഓൾറെഡി അവൈലബിൾ ആണ് പുറത്ത്, നിങ്ങളുടെ മൊബൈലിനതല്ലേ, സെക്കൻഡറി മൊബൈലല്ലേ, നിങ്ങളുടെ അഡ്രസ്സിനതല്ലേ എന്നൊക്കെ ഓൾറെഡി പറയുമ്പോൾ നിങ്ങൾക്കൊരു ട്രസ്റ്റ് കിട്ടും. ആ ട്രസ്റ്റ് വിൻ ചെയ്തതാണ് അവരുടെ മെയിൻ ഗോൾ. ബിൽഡ് ക്വിക്ക്ലി ടു ഡെസ്ട്രോയ് കോഷൻ. പെട്ടെന്ന് അപകടം വരാൻ ഒരു സാധ്യതയുണ്ട് എന്ന് അവർക്ക് തോന്നാത്ത തരത്തിൽ നമ്മളെ അവർ ആ ട്രാപ്പിൽ പെടുത്തും. ആരാണ് സ്കാമർ? ഇതാണ് നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാവുന്ന പോയിന്റ്. സ്കാമർ ആരാണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിരുന്നു, പക്ഷെ അങ്ങനെയൊന്നുമില്ല. സ്കാമർ ഡസ് നോട്ട് ലുക്ക് ലൈക്ക് ക്രിമിനൽസ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അവർ വലിയ മീശയോ വലിയ താടിയോ വെച്ചിട്ട് ഏതെങ്കിലും ഒരു അടുത്തിരുന്നിട്ടോ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കൊള്ളക്കാരനോ ഒന്നുമല്ല. നമ്മളെപ്പോലെ സാധാരണ നമ്മളുടെ കടയിൽ ജീവിക്കുന്ന ഒരു ഡെയിലി ലൈഫ് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. അവരുടെ ബിഹേവിയർ ഒന്നില്ലെങ്കിൽ ഹെൽപ്ഫുൾ എക്സിക്യൂട്ടീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി കോളർ എന്നുള്ള നിലയായിരിക്കും, പ്രൊഫഷണൽ സെല്ലർ ആയിരിക്കും, എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചിട്ട് സെല്ല് ചെയ്യുന്ന ഒരു കാര്യം അതോറിറ്റി ഉണ്ടാവില്ല, പക്ഷെ സ്റ്റിൽ ദേ സൗണ്ട്സ് ലൈക്ക് ഓത്തറൈസ്ഡ് പേഴ്സൺ എന്നുള്ള ലെവലിലായിരിക്കും. അല്ലെങ്കിൽ ഒരു ബയ്യറായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബയ്യർ എന്നുള്ള നിലയ്ക്ക് ആയിരിക്കും അതുണ്ടാവുക. അതും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് ബിഹേവ് ചെയ്യും, ബാങ്ക് റെപ്രസെൻറ്റേറ്റീവ്, ഇൻവെസ്റ്റർ ഓർ പാർട്ട്ണർ ആയിട്ട് അവർ ബിഹേവ് ചെയ്യും, കസ്റ്റമർ സപ്പോർട്ട് ഏജൻ്റായിട്ട് ബിഹേവ് ചെയ്യും. ആരായിട്ടാണെങ്കിലും അവർക്ക് ബിഹേവ് ചെയ്തിട്ട് നിങ്ങളുടെ ട്രസ്റ്റ് വിൻ ചെയ്യുക എന്നുള്ളതാണ് അവരുടേത്. സ്കാമേഴ്സ് സ്റ്റഡിങ് ഹ്യൂമൻ ബിഹേവിയർ. അവർ നമ്മൾക്ക് എന്തിൻ്റെ മനുഷ്യൻ ഇൻഡിവിജ്വലാണെന്ന് പറഞ്ഞാലും നമുക്ക് ഷെയർ ചെയ്യുന്ന ഒരു കോമൺ ട്രേറ്റ്സ് ഉണ്ട്. നമ്മൾ ഏതെല്ലാം സിറ്റുവേഷനിൽ ലോകത്തെല്ലായിടത്തും അത് സിമിലർ തന്നെയാണ്. ഹ്യൂമൻ ബിഹേവിയർ, കോമൺ മിസ്റ്റേക്സ്, ബിസിനസ് വീക്ക്നെസ്, ഇമോഷണൽ ട്രിഗേഴ്സ്, ഇതെല്ലാം അവർ പഠിച്ചവരായിരിക്കും. ഹ്യൂമൻ ബിഹേവിയർ ആണെങ്കിലും എന്തെല്ലാം കോമൺ മിസ്റ്റേക്ക് വരുത്തും, ബിസിനസ്സിലെ വീക്ക്നെസ് എന്താണ്, ഇമോഷണൽ ട്രിഗേഴ്സ് എവിടെ നിങ്ങളെ പിടിച്ചാലാണ് നിങ്ങൾ ഇമോഷണലി വീക്ക് ആവുക എന്നുള്ളത് അവർക്കറിയാം. ദേ ആർ പേഷ്യൻറ്റ്, കോൺഫിഡൻറ്റ് ആൻഡ് പെർസിസ്റ്റൻസ് സ്കിൽ. അവർക്ക് ക്ഷമയുണ്ടാവും, ആത്മവിശ്വാസം ഉണ്ടാകും, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പെർസിസ്റ്റീവ് സ്കില്ലും ഉണ്ടാവും അവർക്ക്, നിങ്ങളെ പെർസ്യൂ ചെയ്യാനുള്ള സ്കില്ലും ഉണ്ടാവും അവർക്ക്. ഇനി അടുത്ത പോയിന്റ്, റിയൽ ലൈഫ് എക്സാമ്പിൾ ഓഫ് OTP ഫ്രോഡ്. കോളിൽ, സോ ഐ എം കോളിംഗ് യു ഫ്രം SBI ബാങ്ക് ഫോർ നെയിം സേക്ക്, യുവർ അക്കൗണ്ട് ഷോസ് സസ്പീഷ്യസ് ആക്ടിവിറ്റി.
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു ശത്രു രാജ്യത്ത് നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഫണ്ട് ഒന്ന് ക്രെഡിറ്റ് ആയിരിക്കുന്നുണ്ട്. അത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വേറൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, നിങ്ങളാണോ ചെയ്യുന്നത്. അവർക്ക് ആ ഒരു ഇത് ചെയ്യാൻ പറ്റും, ആ ഒരു അതോറിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നോളജ് ബിൽഡിംഗ്. ഈ കോൾ ചെയ്യുന്ന ആൾ നിങ്ങളുടെ ബിസിനസ് നെയിം, ഏത് ബാങ്കാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇതൊന്നും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾ ഒരു എൻക്വയറി അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവോയ്സ് അയക്കുന്നു, അല്ലെങ്കിൽ പെർഫോമ ഇൻവോയ്സ് അയക്കുന്നു, അല്ലെങ്കിൽ കൊട്ടേഷൻ അയക്കുന്നു, ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആര് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻസുകളാണ്. ഈ ഇൻഫർമേഷൻ അവരുടെ അടുത്ത് ഓൾറെഡി തന്നെ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് നിങ്ങളുടെ വിശ്വാസം വിൻ ചെയ്യാൻ കഴിയാം. ഇമോഷണൽ ഹൈജാക്ക് ചെയ്യും, നിങ്ങളൊരു വൈകാരികമായിട്ട് നിങ്ങളെ ഹൈജാക്ക് ചെയ്യും. ഒരു അപകടം, അർജൻസി എന്തെങ്കിലും വരുന്നതായിട്ട്, പ്ലീസ് വെരിഫൈ യുവർ ടിപ്പ് ഇമ്മീഡിയറ്റ്ലി. ഈ ഒരു ട്രാപ്പ് ലിസ്റ്റിൽ പെടുന്ന ഗവൺമെൻറ് എത്രയോ ഇടത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു സ്കാമിന് അവയർനെസ് കൊടുക്കാൻ വേണ്ടി. സ്റ്റിൽ ആളുകൾ പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇമോഷണലി ഓവർകം ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് സ്കാമർക്ക്. ദ ലോസ്. OTP കൊടുക്കുന്നു, വിത്തിൻ മിനിറ്റ്സ് മണി ഈസ് വിഡ്രോൺ ഫ്രം യുവർ അക്കൗണ്ട്. ദിസ് വാസ് നോട്ട് ലാക്ക് ഓഫ് ഇൻ്റലിജൻസ്, ഇറ്റ് വാസ് ഇമോഷണൽ ഹൈലൈറ്റ്. ഇപ്പം നമ്മൾ സ്കാമിൽ പെട്ട് കിടന്നു പറഞ്ഞാൽ അധികം പേരും ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കാൻ നിൽക്കില്ല. അവർ നാണക്കേട് കൊണ്ടും ഭയം ഇതായിട്ടും കൊടുക്കാൻ നിൽക്കില്ല. കൊടുത്തവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ബുദ്ധിയില്ലാത്തവരോ പഠിപ്പില്ലാത്തവരോ ഒന്നുമല്ല. അവർ ഇതിലേക്ക് എക്സ്പീരിയൻസ്, എങ്ങനെയാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഇല്ലാത്ത സാധുക്കളായിട്ടുള്ള ആളുകളാണ്, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത പോയിന്റ്, ഏർലി വാർണിംഗ് സൈൻ ഓഫ് എ സ്കാം. ഇഫ് യു സ്പോട്ട് 2 or more ഓഫ് ദിസ്, സ്റ്റോപ്പ് ഇമ്മീഡിയറ്റ്ലി. ഞാൻ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങൾ ഓൾറെഡി ഫീൽ ചെയ്തെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ കോൾ കട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും, അതിന് ജെനുവിനാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, എവിടെയാണ് നിങ്ങൾക്ക് അപകടം മണക്കാവുന്നത്? ഒന്ന്, പ്രഷർ ടു ആക്ട്. ഇപ്പോൾ വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പ്രഷർ ചെയ്യുന്നത്, വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഒരു കോൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവെയർ ആയിരിക്കണം. നോ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് ഒരു ഇമെയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻസോ തരില്ല. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഷിപ്മെൻറ്റിൽ ഒരു ഇത് പിടിച്ചു, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ പിടിച്ചു, അല്ലെങ്കിൽ വേറെ അതേപോലുള്ള പ്രോഹിബിറ്റഡ് ഒബ്ജക്റ്റ് പിടിച്ചെങ്കിൽ, ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നിങ്ങളെ അറിയിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സിസ്റ്റത്തിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടീസായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ നോട്ടീസ് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് പറയും, ഇത് എൻ്റെ അഡ്രസ്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ അഡ്രസ്സുമായിട്ട് എനിക്കൊരു ഇൻവോയ്സോ എനിക്കിത് ഈ ആളായിട്ടോ ഒന്നും എനിക്കറിയില്ല എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വേറെ ആകാം, ഇതും വേറെ സിറ്റുവേഷനും വരല്ലേ. നിങ്ങളുടെ ഒരു മകനോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടോ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ലി പാർസൽ അയച്ചു, ഗിഫ്റ്റുകൾ അയച്ചു, അതിൻ്റെ കൂട്ടത്തിൽ വേറൊരാൾക്ക് എന്തെങ്കിലും വെക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കോടതിയിൽ തന്നെയാണ് ഇതാവേണ്ടത്. അതിന് ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പൊന്നും ഓൾറെഡി ഇതുവരെ കണ്ടുപിടിച്ചില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോഴോ നമ്മളുടെ മാർക്കറ്റിൽ അത് സംഭവിക്കുമായിരുന്നു. അത് നമുക്കൊരു അവയർനെസ് ഉണ്ടായിരുന്നു. ആസ്കിങ് ഫോർ OTP ആൻഡ് പാസ്വേഡ്. ഒരു ഗവൺമെൻറ് അതോറിറ്റിയോ ഒരു ബാങ്ക് അതോറിറ്റിയോ OTPയോ പാസ്വേഡോ നിങ്ങളുടെ അടുത്ത് നിന്ന് ചോദിക്കില്ല. അടുത്തൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ടോക്കിംഗ് ആൻഡ് ഓവർ കോൺഫിഡൻസ്. അവർ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ടോക്കിംഗ് ആയിരിക്കും, ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, ഒരു നാണം ഉണ്ടാവില്ല. പ്രൊഫഷണലി സ്ക്രിപ്റ്റഡ് മാനിപ്പുലേഷൻ. അവരുടെ ഒരു നോക്കി വായിക്കുകയാണെന്ന് പോലും നമുക്ക് ഫീൽ ആവില്ല, പക്ഷെ വളരെ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള എങ്ങനെ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽസ് സംസാരിക്കുന്നു ആ ഒരു അതോറിറ്റി, അല്ലെങ്കിൽ അതിനേക്കാൾ ഹൈ റിലേറ്റീവ് ഓഫ് അതോറിറ്റി, ഇവർ നമ്മൾക്ക് ആജ്ഞാപിക്കും നമ്മളോട്.
നമ്മളുടെ അടുത്ത് ഒരിക്കലും റിക്വസ്റ്റ് ചെയ്യില്ല, നമ്മളുടെ അടുത്ത് ആജ്ഞാപിക്കും. യു ഹാവ് ടു ഡു ദിസ് നൗ 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 എന്ന് പറഞ്ഞ് നമ്മൾ ആജ്ഞാപിക്കുന്നിടത്ത് നമ്മളുടെ ഇമോഷണൽ കൺട്രോൾ നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ നഷ്ടപ്പെടും. നമ്മൾ ആ വലയിൽ നമ്മൾ വീണു പോകും. ഡിസ്കറേജിങ് വെരിഫിക്കേഷൻ. No need to call the bank. The fear you're verifying because reality will break the illusion. ഞാൻ ഇപ്പം നിങ്ങൾ ആ കോളറിൻ്റെ അടുത്ത് നമ്മൾ പറയണം, സർ എനിക്കിന്ന് ബാങ്കുമായിട്ട് രാവിലെ ചെക്ക് ചെയ്യണം. ഇവരധികം ഒരു പക്ഷേ ബാങ്കിങ് അവേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ നാളെ രാവിലെ ഞാൻ ബാങ്കുമായിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞാൽ അവർ നമ്മൾക്ക് ആ ഒരു ചാൻസ് തരില്ല. ഇമോഷണൽ സ്റ്റോറീസ് ആൻഡ് ത്രെട്ട്. അതിന് പകരം ഇവർ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ സ്റ്റോറീസ് തരും. മറ്റുള്ള ഇങ്ങനെ ഞങ്ങളങ്ങനെ പറഞ്ഞപ്പോൾ അവരങ്ങനെ പെട്ടു, ഇവരങ്ങനെ പെട്ടു, നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും, അങ്ങനെയാണെന്നുള്ള സ്റ്റോറീസും ത്രെട്ടും എല്ലാം തരും. പക്ഷെ നിങ്ങളുടെ എൻ്റെ സ്റ്റോറീസിൽ ത്രെട്ട് ഉണ്ടാവും, ഒരു ഭീഷണി ഉണ്ടാവും, പക്ഷെ അതില്ല എന്ന് തോന്നിപ്പിക്കാനുള്ളൊരു കഴിവ് അവരുടെ അടുത്തുണ്ട്. അങ്ങനെ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. എങ്ങനെയാണ് ഗോൾഡൻ റൂൾ, ഹൗ ടു സ്റ്റേ സേഫ്. റൂൾ നമ്പർ 1, നെവർ മേക്ക് ഫിനാൻഷ്യൽ ഡിസിഷൻ അണ്ടർ ഇമോഷൻ. നമ്മളുടെ വൈകാരികമായിട്ട് നമ്മളൊരു അതിലേക്കൊരു തീരുമാനം എടുക്കരുത്. സ്കാമേഴ്സ് വിൻ വെൻ യു റഷ് ഇൻ ടു എ ഡിസിഷൻ, ആക്ട് ഓഫ് ഫിയർ, ഫീൽ പ്രഷർഡ് ഓർ ബ്ലൈൻഡഡ് ബൈ ഗ്രീഡ്. എപ്പോഴാണ് സ്കാമർമാർ വിജയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു തീരുമാനം എടുക്കാൻ പെട്ടെന്ന് അതിലേക്ക് ചാടി പുറപ്പെടുമ്പോഴാണ് സ്കാമർമാർ വിൻ ചെയ്യുന്നത്. ആക്ട് ഓഫ് ഫിയർ, നമുക്കൊരു ഭയം ഉണ്ടാകുമ്പോൾ, അത് അല്ലെങ്കിൽ ഒരു പ്രഷർ, ഒരു ഭയങ്കര അമിതമായിട്ടൊരു സമ്മർദ്ദം അവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഉണ്ടാകുമ്പോൾ. ബ്ലൈൻഡഡ് ബൈ ഗ്രീഡ്, ആർത്തി ഓടുകൂടി നമ്മളുടെ കണ്ണ് നമ്മളെ തന്നെ മറച്ച് കളയുന്ന ഒരു സിറ്റുവേഷനിൽ ചില ആളുകൾ നമ്മൾക്ക് ഓഫർ ചെയ്യും, ഇങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ഇത്ര ഗുഡ്സ് ഉണ്ട്, ഇവിടെ എത്രയേ വിലയുള്ളൂ. അതിവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 100 ഇരട്ടി വരെ ലാഭം കിട്ടും. ഒരൊറ്റ ഷിപ്മെൻറ്റിൽ തന്നെ 1.5 ലക്ഷം 2 ലക്ഷം രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്ന് നമ്മളെ പ്രചോദിപ്പിക്കും. നമുക്കത് ആ ഇതിൽ ആ ആർത്തിയിൽ നമ്മൾ വീണ് പോകും. എപ്പോഴാണ് നമ്മൾ ഇതൊന്ന് ഓവർകം ചെയ്യാം? യു വിൻ വെൻ യു പോസ് ബിഫോർ ഡിസൈഡിങ്. ഒരു കാര്യം തീരുമാനിക്കുന്ന മുമ്പ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വിളിക്കാം. ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. എസ്പെഷ്യലി ഫിനാൻഷ്യൽ ഡിസിഷൻ. ടേക്ക് ടൈം ഫോർ മണി മാറ്റേഴ്സ് എവറി ടൈം, എസ്പെഷ്യലി വെനെവർ the money is big. There is no mistake in taking time. Like നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വർത്താണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് യാതൊരു തെറ്റുമില്ല. വെരിഫൈ ഇൻഡിപെൻഡൻ്റ്ലി. ഒരു കോൾ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു കസ്റ്റംസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചെന്നൈയിൽ നിന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതോറിറ്റി ആയിട്ട് ഇമെയിൽ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ അതുമായിട്ട് വിളിച്ച് അങ്ങോട്ട് ചോദിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ അവിടെ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഒരു ഷിപ്മെൻറ്റ് വന്നിട്ടുണ്ടോ, ഞാൻ അങ്ങനെ ആർക്കും ഓതറൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ നിലയ്ക്ക് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് കോപ്പി എടുക്കാനോ ആധാർ കാർഡിൻ്റെ കോപ്പി എടുക്കാനോ ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഇവൺ യു ക്യാൻ ആൾസോ ഗിവ്. നമ്മൾ പലയിടത്തും ഫോട്ടോ കോപ്പി എടുക്കാൻ പോകുമ്പോഴും പലയിടത്തൊക്കെ കൊടുക്കുന്നതാണ്. അതൊന്നും ഒരു എൻ്റെ ആധാർ കോപ്പി അവരുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങളുടെ പേരിലൊരു ഷിപ്മെൻറ്റ് വന്നത് അതിൽ ഫോറിൻ സബ്സ്റ്റാൻസ് അല്ലെങ്കിൽ നമ്മൾ ഉദാഹരണത്തിന് മറ്റുള്ള പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ പിടിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങളൊരു കുറ്റക്കാരനാവുന്നില്ല. നിങ്ങൾക്കത് ലീഗലി ഇത് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഡോക്യുമെൻറ്റ് എവറിത്തിങ്. ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു കോളിൽ കൂടെ നിങ്ങൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാം, നിങ്ങൾ ഇമെയിൽ അയക്കുമെന്ന് പറയാം. വാട്സപ്പ് അല്ല, ഇമെയിൽ അയക്കാൻ പറയാം. ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റൻഷൻ ഓതോറിറ്റി ആയിട്ടുള്ള ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ബാങ്കിൻ്റെയോ ഇമെയിൽ നിന്നാണോ വന്നത് എന്ന് വെരിഫൈ ചെയ്യാം. നമുക്ക് അതേമാതിരി ക്ലോണായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രീവിയസ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് യാതൊരു ഇതുമില്ല. അപ്പോൾ അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ എക്സ്റ്റൻഷൻ നിന്നാണോ ആ ഇമെയിൽ വന്നിരിക്കുന്നത് എന്ന് വെരിഫൈ ചെയ്യാം.
ഡിലേ ദ ഡിസിഷൻ. എത്ര മാത്രം അവരെ വലിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വലിപ്പിക്കുക. ബിഫോർ ആക്ടിങ് ആസ്ക് യുവർ സെൽഫ്, ആം ഐ ഫീലിംഗ് ഫിയർ ഓർ അർജൻസി? ഞാൻ ഇവിടെ ഒരു ഫിയറോ അല്ലെങ്കിൽ ഭയമോ ഒരു അർജൻസിയോ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇഫ് സമൺ ആസ്ക് മീ ടു ഹറി, എന്നെ പെട്ടെന്ന് തീരുമാനം എടുക്കണമെന്ന് ഒരാൾ എന്നെ ഫോഴ്സ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കോഴ്സ് ചെയ്യുന്നുണ്ടോ? ആം ഐ ബീങ് ആസ്ക്ഡ് ഫോർ OTP ഓർ അഡ്വാൻസ് പേയ്മെൻറ്റ്? OTPയോ അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റോ ചോദിക്കുന്നുണ്ടോ? ഹാവ് ഐ വെരിഫൈഡ് ദിസ് ഇൻഡിപെൻഡൻ്റ്ലി? ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇവരെ വെരിഫൈ ചെയ്തോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ ഇനി അടുത്ത പോയിന്റ്, മിസ്റ്റേക്ക് ഫ്രോഡ്. ഹായ്, മിസ്റ്റേക്ക് വേഴ്സസ് ഫ്രോഡ് വേഴ്സസ് സ്കാം. അൺഇൻറ്റൻഷണൽ എറർ വിത്തൗട്ട് ബാഡ് ഇൻറ്റൻഷൻ, അതാണ് മിസ്റ്റേക്ക്. നമ്മൾക്കൊരു ദുരുദ്ദേശത്തോടു കൂടി അല്ലാതെ പറ്റുന്ന പിഴവുകളെയാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. എന്താണ് ഫ്രോഡ്? ഡെലിബറേറ്റ് ചീറ്റിംഗ്. നിങ്ങൾ ചീറ്റിംഗ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു പക്ഷേ പണം കടം വാങ്ങുകയോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു തരം കാര്യങ്ങൾ, ഒരു ചീറ്റിങ്ങിന്, ഒരു വഞ്ചനയാണ് നമ്മൾ ഫ്രോഡ് എന്ന് വിളിക്കുന്നത്. സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സൈക്കോളജിക്കലി, നിങ്ങളെ മനഃശാസ്ത്രപരമായിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ തന്നെ നഷ്ടത്തിൽ നിങ്ങളെ തന്നെ തള്ളിവിടുന്നതാണ്, എൻ്റെ പേരാണ് സ്കാം എന്ന് പറയുന്നത്. കീ ടേക്ക്അവേസ്. സ്കാംസ് അറ്റാക്സ് ഇമോഷൻ നോട്ട് ഇൻ്റലിജൻസ്. നമ്മൾ ഇതുവരെയും പറഞ്ഞത് ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്. സ്കാമർ അറ്റാക്ക് ചെയ്യുന്നത് ഇമോഷൻസിനെയാണ്, നിങ്ങളുടെ ബുദ്ധിയെയല്ല, നിങ്ങളുടെ വികാരത്തെയാണ്. എനിവൺ ക്യാൻ ബി സ്കാംഡ്. രണ്ടാമത്തെ പോയിന്റ്, ആർക്ക് വേണമെങ്കിലും സ്കാം ആവാം, ആർക്കും ആണെങ്കിലും ചതിക്കപ്പെടാം. അതിന് ബാങ്ക് എംപ്ലോയി എന്നോ ബിസിനസ് ഓണർ എന്നോ ഡോക്ടർ എന്നോ എൻജിനീയർ എന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ ഇല്ലവനെന്നോ ഭരണാധികാരി ഒരു വ്യത്യാസവുമില്ല. അണ്ടർസ്റ്റാൻഡ് ദ സ്കാം മൈൻഡ് സെറ്റ്. നമ്മൾക്ക് ചെയ്യാവുന്നത് സ്കാമർമാരുടെ മൈൻഡ് സെറ്റ് പഠിക്കുകയാണ്. ദ ഫോക്കസ് ഓൺ സ്പീഡ്, ഇമോഷൻ, പ്രഷർ ആൻഡ് കൺഫ്യൂഷൻ ടു സ്റ്റോപ്പ് റാഷണൽ തിങ്കിങ്. അൾട്ടിമേറ്റ്ലി നമ്മളെ വികാരപരമായിട്ട് നമ്മൾ ഡിസിഷൻ എടുത്തിട്ട് നമ്മളെ യുക്തിപരമായിട്ട് ചിന്തിക്കാൻ നമുക്കൊരവസരം തരില്ല. പോസിങ് ആൻഡ് വെരിഫൈങ് സേവ്സ് യു. ടൈം എടുക്കുക. മാക്സിമം ഇങ്ങനത്തുള്ള സിറ്റുവേഷനിൽ റിയൽ ആണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും നിങ്ങൾ ടൈം എടുക്കുക. എനിക്ക് ചിന്തിക്കാൻ സമയമാണെന്നുള്ളതിന് പകരം ഞാൻ എൻ്റെ പാർട്ട്ണറുമായിട്ട് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ മക്കളുമായിട്ട് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ യു ബിഹേവ് ലൈക്ക് സ്റ്റുപ്പിഡ്, ദർ ഈസ് നോ ഇഷ്യൂ. അങ്ങനെ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കിതിൽ നിന്ന് അവയർനെസ് ഇല്ല, എനിക്കിങ്ങനെയൊന്നും ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ടൈം എടുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. അവയർനെസ് ഈസ് യുവർ ബെസ്റ്റ് ഓപ്ഷൻ. എവിടെ നിന്ന് വേണമെങ്കിൽ ത്രെട്ടാണെങ്കിലോ ഓഫറാണെങ്കിൽ വന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇങ്ങനെ സ്കാം മാർക്കറ്റിലുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട സ്കാമുകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസിനോ ജോലിക്കാർക്കോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത നിങ്ങളുടെ. കാരണം എന്ന് പറഞ്ഞാൽ അവയർനെസ് ആവുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെയാണ്. സ്റ്റേ അവെയർ, സ്റ്റേ സേഫ്. റിമെമ്പർ, സ്കാമേഴ്സ് വിൻ when you rush, you win when you pause and verify. Thank you so much. ഇതുവരെ എൻ്റെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നെക്സ്റ്റ് വീഡിയോയിലുണ്ടാകും. കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഫോർ ടോക്കിംഗ് ടു മീ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്. Bye bye.